രോഗികളെ വലിയ ദുരന്തത്തിലേക്കാണ് എത്തിക്കുന്നത്. തൽഫലമായി മരണമോ വൻ തുക ചെലവ് വരുന്ന തുടർ ചികിത്സയോ ആയിരിക്കും സംഭവിക്കുക. ഹൃദയാരോഗ്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച ദി വേൾഡ് ഹാർട്ട് ഫൗണ്ടേഷൻ തന്നെ ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. UK-യിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ ബാധിച്ച് ദീർഘനാളായി ചികിത്സ തുടരുന്നവരിൽ പകുതിയിലേറെ പേരും ഡോക്ടർമാർ നിർദ്ദേശിച്ച ചികിത്സാ രീതികൾ തുടരാത്തവരാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ രീതി വീണ്ടും ദീർഘകാലം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനും യൂറോപ്പിൽ മാത്രം ഓരോ വർഷവും 2 ലക്ഷത്തോളം പേരുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. ആ രീതികൾ കൃത്യമായി പിന്തുടരാൻ രോഗികളെ ഡോക്ടർമാർ തന്നെ പരമാവധി സഹായിക്കണമെന്നാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ഒരു പഠനം തെളിയിക്കുന്നത് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഹൃദയാഘാതം ഉണ്ടായവർക്ക് മറ്റൊരു ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത 39% കുറവാണ് എന്നാണ്. രോഗികൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യത പാലിക്കുന്നതിനായി വേൾഡ് ഹാർട്ട് ഫൗണ്ടേഷൻ ഒരു വേൾഡ് അഡിയറൻസ് ഡേ തന്നെ ആരംഭിക്കുകയാണ്. ബ്രിട്ടീഷ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ആസ്മ രോഗികളിൽ 2/3 സ്കീസോഫ്രീനിയ ബാധിതരിൽ പകുതിയോളം പേരും മരുന്ന് ഉപയോഗിക്കുന്ന കാര്യത്തിൽ കൃത്യത ഇല്ലാത്തവരാണെന്നാണ്. അതുപോലെ ഡിപ്രഷനുള്ള മരുന്നുകൾ കഴിക്കുന്നവർ മരുന്നിനുള്ള ഡോക്ടറുടെ കുറിപ്പടി ലഭിച്ച് 1 മാസത്തിനുള്ളിൽ അവ കഴിക്കുന്നവരുടെ എണ്ണം 95% നിന്ന് 53% കുറഞ്ഞുവെന്നാണ്. വിഷാദരോഗം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ഇത്തരത്തിൽ കൃത്യമായ തോതിൽ മരുന്ന് കഴിക്കുന്നതിൽ പലപ്പോഴും വിമുഖത കാട്ടാറുണ്ട്. മറ്റു ചിലർ ആകട്ടെ അവർക്ക് ഒരു മരുന്ന് കഴിച്ച് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ അത് ഉപയോഗിക്കുന്നത് നിർത്തും. എന്നാൽ പകരം മറ്റൊരു മരുന്ന് എഴുതിത്തരാൻ ഇവർ ഡോക്ടർമാരോട് ആവശ്യപ്പെടുകയുമില്ല. നമ്മളിതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നമുക്ക് തരുന്ന അളവിലുള്ള മരുന്ന് കൃത്യതയോടെ കഴിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ ആപത്താണ്.